ഇസ്രായേലിൻ്റെ പകയടങ്ങിയാൽ മാത്രം പശ്ചിമേഷ്യയിൽ സമാധാനം കൈവരും എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നാളെ വളരെ സുപ്രധാനമായ ഒരു ചർച്ചയ്ക്ക് കളമൊരുങ്ങുകയാണ്. ഇസ്രായേലും ലെബനനുമായാണ് ആ ചർച്ച നടക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇത്ര വലിയൊരു വിവരം പുറത്തുവിട്ടതും. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, അമേരിക്കയും ഇറാനും തമ്മിലുള്ള പോരാട്ടത്തിൽ ഇസ്രായേൽ ഒരു കക്ഷിയാണ്. അമേരിക്കയോട് ചേർന്ന് ആ സഖ്യസേനയുടെ ഭാഗമായി നിൽക്കുന്നുണ്ട്. മധ്യസ്ഥ ചർച്ച പലയിടങ്ങളിൽ നടക്കുന്നു. അമേരിക്കയിൽ ഈ യുദ്ധം അനിവാര്യമാണോ എന്ന തരത്തിൽ ജനങ്ങളിൽ വലിയൊരു വിഭാഗം സംശയം ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല അവിടെ പ്രതിഷേധം ഉയരുകയും ചെയ്യുന്നുണ്ട്. അമേരിക്ക ഒരു ഊരാക്കുടുക്കിലാണ്. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേലിൻ്റെ കടുംപിടുത്തമാണ്. ഇന്നും 4 ആരോഗ്യ പ്രവർത്തകർ ലെബനനിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. അതായത് നാളെ സമാധാന ചർച്ചയ്ക്ക് പോകാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടക്കുന്നു. അങ്ങനെ ഒരു ചർച്ച നടക്കുന്നു. ഈ ഇറാനിലെ പ്രശ്നം അവസാനിക്കണമെങ്കിൽ തന്നെ ഇസ്രായേൽ ഒന്നടങ്ങണം എന്നതാണ് അവസ്ഥ. അങ്ങനെ ഒരു ചർച്ചയിലേക്ക് ലെബനനുമായി പോകാനിരിക്കുകയാണ് 4 ആരോഗ്യ പ്രവർത്തകർ കൂടി ലെബനനിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. മാർച്ചിൽ ഈ സംഘർഷം ആരംഭിച്ച ശേഷം ഏതാണ്ട് 2800ഓളം പേരാണ് ലെബനനിൽ മാത്രം കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ആക്രമണങ്ങളുടെ തുടർച്ചയായാണ്. ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നൊരു കാര്യം, ഈ ലെബനൻ അതോടൊപ്പം തന്നെ യമൻ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ തന്നെ ഇസ്രായേലിനെതിരെ നീക്കം നടത്തുന്നു. ഇറാനിൽ നിന്ന് ഇവർക്ക് ഫണ്ട് ലഭിക്കുന്നു. അത് ഹൂതികൾക്കാകട്ടെ അല്ലെങ്കിൽ ഹിസ്ബുള്ളയ്ക്കാകട്ടെ ഒക്കെ തന്നെ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾക്ക് ഇറാൻ പണവും ആയുധങ്ങളും നൽകുന്നു. തങ്ങളുടെ രാജ്യത്തിൻ്റെ സമാധാനം കെടുത്തുന്നു എന്ന കാര്യമാണ് ഇസ്രായേൽ പറയുന്നത്. ട്രംപിനെ സംബന്ധിച്ചും അടുത്ത ആഴ്ച ഒരു ചർച്ചയിലേക്ക് പോകുന്നു. അതായത് ഇറാനുമായി ചർച്ചയുണ്ടാകുമെന്ന കാര്യം കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നതാണ്. പക്ഷേ ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം ഇസ്രായേലിൻ്റെ ഈ ഒരു കലി തന്നെയാണ്. അവർ വല്ലാതെ ക്ഷോഭിച്ചു നിൽക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു ആക്രമണോത്സുകതയുടെ ഏറ്റവും വലിയ മൂർത്തീഭാവമായി ഇസ്രായേൽ മാറിയിരിക്കുന്നു എന്നത് തന്നെയാണ്. അവിടെയാണ് അടുത്ത ആഴ്ച വീണ്ടും ഒരു സമാധാന ചർച്ച നടക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാന പ്രശ്നത്തിന് പരിഹാരം കാണുക എന്ന കാര്യം. ലെബനൻ, തെക്കൻ ലെബനനിൽ ആ പ്രവിശ്യ കീഴടക്കുക, അവിടുത്തെ ഗ്രൂപ്പുകളെ അടിച്ചമർത്തുക എന്നത് തന്നെയാണ് പ്രധാനമായും ഇസ്രായേലിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടുത്തെ സൈനിക നടപടി വേഗത്തിൽ പൂർത്തിയാക്കുക എന്നൊരു കാര്യം കൂടിയുണ്ട്. നാളെ സമാധാന ചർച്ചയിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ഈ സൈനിക നടപടി പൂർണ്ണമാവുക എന്നതാണ്. ഏറെക്കുറെ അവർ വിജയിച്ചു എന്ന് പറയുന്നെങ്കിലും അവർക്ക് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുള്ള ഭീഷണി ചെറുതല്ല. ഏത് നിമിഷവും വലിയ ആക്രമണം ഇസ്രായേൽ നേരിടേണ്ടി വരുമെന്ന ഒരു സാധ്യതയുണ്ട്. മാത്രമല്ല ഈ സിയൂസ് കടലിടുക്ക് ഉൾപ്പെടെ അടച്ചുകൊണ്ട് ഒരുപക്ഷെ ഹൂതികളുടെ ഭാഗത്ത് നിന്ന് വലിയ ഒരു നീക്കമുണ്ടായാൽ, ഇപ്പോൾ നമുക്കറിയാവുന്നതാണ്, ഹോർമൂസ് കടലിടുക്കിൽ ഉള്ള ഒരു പ്രതിസന്ധി. അവിടെ അമേരിക്കയ്ക്ക് ഉപരോധം തീർക്കേണ്ടി വരുന്നു, കപ്പലുകളെ കടത്തിവിടാതാകുന്നു. മേഖലയിലെ മറ്റൊരു പ്രധാന വ്യാപാര കേന്ദ്രം കൂടി അല്ലെങ്കിൽ ഒരു പാത കൂടി അടഞ്ഞു പോകുന്ന നിലയുണ്ടായാൽ അത് യൂറോപ്പിനെയൊക്കെ ബാധിക്കുന്നത് ചെറിയ തോതിലായിരിക്കില്ല. ഇന്ത്യക്കും ചൈനയ്ക്കും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് അതുവഴി വലിയ കനത്ത തിരിച്ചടി ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ ഈ വൈരാഗ്യത്തിൽ, ഏറ്റവും വലിയ ഈ യുദ്ധവെറിയിൽ അവർ കണ്ണും പൂട്ടി അക്രമത്തിലേക്ക് പോയി കഴിഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളുടെ അവസ്ഥ എന്താകും എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി അവശേഷിക്കുന്നത്. ഇപ്പോൾ ഇതാ ഇന്ത്യക്ക് മേൽ മറ്റൊരു സമ്മർദ്ദതന്ത്രം അമേരിക്ക പ്രയോഗിച്ചിരിക്കുന്നു. നേരത്തെ നൽകിയിരുന്ന ഇളവുകൾ കഴിഞ്ഞിരിക്കുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ നൽകിയിരുന്ന ഇളവിൻ്റെ സമയം കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു. ഇറാനിൽ നിന്ന് ഇനി എണ്ണ വാങ്ങരുത് എന്ന കർശന നിർദ്ദേശം ഇന്ത്യക്ക് മുന്നിലേക്ക് അമേരിക്ക വയ്ക്കുകയാണ്. അവിടെ തീരുവ എന്ന ഒരു വലിയ പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ് അവർ ഒരു ആയുധമാക്കുന്നത്, തുറുപ്പ് ചീട്ടാക്കുന്നത്. നമുക്കറിയാം, നേരത്തെ വലിയ തീരുവ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ചുമത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇന്ത്യയും ചൈനയും ബ്രസീലും അടക്കം പ്രധാനപ്പെട്ട രാജ്യങ്ങൾക്കെല്ലാം തന്നെ അമേരിക്ക ആ തരത്തിൽ തീരുവ ഉയർത്തുന്ന ഒരു നിലയുണ്ടായിരുന്നു. വെനസ്വേലൻ എണ്ണ വാങ്ങണമെന്ന ആവശ്യമാണ് ഇന്ത്യക്ക് മുന്നിലേക്ക് അമേരിക്ക വെച്ചത്. പക്ഷേ ഇവിടുത്തെ റിഫൈനറീസൊക്കെ തന്നെ അതിന് അനുസരിച്ച് മാറ്റേണ്ട സാഹചര്യമുണ്ട്. അതിനുള്ള സമയം വേണ്ടിവരും. അമേരിക്കയിൽ നിന്ന് കൂടുതൽ ഇന്ധനം ഇന്ത്യ ഇറക്കുമതി ചെയ്യണമെന്ന താല്പര്യം കൂടി ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് ഇന്ത്യയുടെ പണം അത് അമേരിക്കയിലേക്ക് എത്തുക, അവരുടെ സമ്പദ് വ്യവസ്ഥ കൂടുതൽ മെച്ചപ്പെടുക എന്നൊരു താല്പര്യമാണ്. ഇതിനെല്ലാം അടിസ്ഥാനമായി ട്രംപ് കാണുന്നത് സാമ്പത്തിക താല്പര്യം തന്നെയാണ്. ഹോർമൂസിലും പിടിമുറുക്കിയിരിക്കുന്നത് ഇത്തരമൊരു താല്പര്യത്തിൻ്റെ പേരിലാണ്. പക്ഷേ മരിച്ചു വീഴുന്ന ആളുകളുടെ എണ്ണം ദിനം പ്രതി ഉയരുകയാണ്. നമുക്കറിയാം, ഈ യുദ്ധം തുടങ്ങിയ ശേഷം ഇങ്ങനെ ഗൾഫ് മേഖലകളിൽ അത് ഇറാനെതിരെ നിൽക്കുന്ന അല്ലെങ്കിൽ അമേരിക്കയെ സഹായിക്കുന്ന GCC രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളിലേക്ക് നടന്ന ആക്രമണങ്ങളിൽ ഇന്ത്യക്കാരടക്കം കൊല്ലപ്പെടുന്ന സാഹചര്യം. ഇപ്പോൾ ഇതാ
ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെടുന്നു. ഇറാനിലും സ്ഥിതി വ്യത്യസ്തമല്ല. ഏതാണ്ട് 2000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഏതായിരുന്നാലും നാളെ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച നടക്കാൻ പോവുകയാണ്. ഈ ഒരു അടിസ്ഥാന പ്രശ്നത്തിൽ സമവായമുണ്ടായാൽ ഇറാനിലെ പശ്ചിമേഷ്യയിലെ ഈ സംഘർഷം അവസാനിക്കും. ലോകരാജ്യങ്ങൾക്ക് സമാധാനം ലഭിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും.